ഹലോ നമസ്കാരം. ഇനി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതുപോലെ പഴുത്തു പോയാൽ ആർക്കും കഴിക്കാൻ ഇഷ്ടമാവത്തില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 5 ഏത്തക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ മധുരത്തിനായിട്ട് കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ ശർക്കര എടുത്താലും മതി. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കരിപ്പെട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ ശർക്കര ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് പൊട്ടുകടല ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കരിപ്പെട്ടിയും കൂടി ഇട്ടതൊന്നും പൊടിച്ചെടുക്കണം. ഏത്തക്കായ്ക്ക് ഒത്തിരി മധുരം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ആദ്യം ഇതുപോലെ ഒന്ന് ആ കരിപ്പെട്ടി പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു 4 ഏലക്കായും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കുവാണ്. അപ്പോൾ ഇത് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഏലക്കയുടെ തൊലിയൊക്കെ വേണ്ടെങ്കിൽ എടുത്ത് കളയാം. അതിനുശേഷം ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർക്കാം. ഈ നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 5 കാഷ്യൂനട്ടും ഒരു പിടി പൊട്ടുകടലയും കൂടെ ചേർക്കുവാണ്. ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു പിടി കിസ്മിസും കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചിടുക. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കുകയാണ്. ഒരു 7 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഈ നെയ്യിലേക്ക് ചേർത്തിട്ട് നെയ്യ് എല്ലായിടത്തും മിക്സ് ചെയ്തതുപോലെ 1 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഏത്തക്ക അരിഞ്ഞത് ചേർക്കുകയാണ്. ഞാനിവിടെ ഏത്തക്ക ഇതുപോലെയാണ് അരിഞ്ഞേക്കുന്നത്. ഒത്തിരി കട്ടി കുറച്ചുമല്ല, ഇതുപോലെ ഒരു മീഡിയം സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആദ്യം പൊടിച്ചു വെച്ചിരിക്കുന്ന കരിപ്പെട്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളതായി ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ പഞ്ചസാര മാക്സിമം ചേർക്കണ്ട. നല്ല മധുരമുള്ള ഏത്തക്കയൊക്കെ ആണെങ്കിൽ മധുരം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ നിരത്തി ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്കൊക്കെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു മഞ്ഞ കളർ ആകാൻ തുടങ്ങും. അപ്പോൾ എല്ലാ സൈഡും ഇതുപോലെ നല്ല യെല്ലോ കളർ ആകുമ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടും. ഒരു 5-10 മിനിറ്റൊക്കെ ആകത്തുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ നിരത്തി ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് ആകുമ്പോൾ അടുത്ത സൈഡ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ശർക്കരയൊക്കെ നല്ലതുപോലെ ഉരുകി ഒരു കാരമലൈസ് കളറൊക്കെ കിട്ടും. ഇനി ഇതുപോലെ നിരത്തി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വെക്കുവാണ്. അതിനുശേഷം ഇതുപോലെ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം ഒരു സൈഡ്. കണ്ടല്ലേ, ഒരു സൈഡ് ഇങ്ങനെ മൂത്ത് കഴിയുമ്പോൾ ആ തേങ്ങയ്ക്കൊക്കെ ഒരു നല്ല ബ്രൗൺ കളർ കിട്ടും. ഒരുപാട് നല്ല പഴുത്ത ഏത്തക്കയാണ്, പെട്ടെന്ന് വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വേഗം നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പഴുത്ത ഏത്തക്കൊക്കെ ആകുമ്പോൾ കുട്ടികൾ കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.